വളരെ നിബിഡമായൊരു ഗ്രാമപ്രദേശം. അവിടെ ക്രൂരന്മാരും ആരെയും സഹായിക്കാൻ മനസ്സില്ലാത്ത കുറെ ബ്രാഹ്മണ കുടുംബങ്ങൾ അവിടെ താമസിച്ചിരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു രാത്രി ഒരു യാചകനായ ഒരു സന്യാസി ആ പ്രദേശത്ത് എത്തിച്ചേർന്നു. വളരെ വയസ്സനായ അദ്ദേഹം യാത്രാക്ഷീണവും വിശപ്പും കൊണ്ട് അവശനായി തീർന്നു. അദ്ദേഹം ആ പ്രദേശത്തെ ഓരോ വീട്ടിലും പോയി കേണപേക്ഷിച്ചു. തനിക്കൊരു തുള്ളി വെള്ളം പോലും നൽകാൻ ആ പ്രദേശത്തുള്ളവർ തയ്യാറായില്ല. എല്ലാവരും അദ്ദേഹത്തെ ആട്ടിയോടിച്ചു. ആ പ്രദേശത്തെ അവസാന വീട്ടിലും അദ്ദേഹം എത്തി. വിശപ്പ് കൊണ്ട് അദ്ദേഹം കരഞ്ഞു പറഞ്ഞു. ആ വീട്ടുകാർ അദ്ദേഹത്തെ വിഡ്ഢിയാക്കാൻ വേണ്ടി പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ആ ദൂരെ കാണുന്ന താണി മരച്ചുവട്ടി കാളി എന്ന പേരിൽ ഒരു മുത്തി താമസിക്കുന്നുണ്ട്. അവിടെ ചെന്നാൽ അവർ ഭക്ഷണവും സൗകര്യങ്ങളും നൽകുമെന്ന് പറഞ്ഞ് അവർ വാതിലടച്ചു. ആ പ്രദേശത്ത് എല്ലാവരും അദ്ദേഹത്തെ കൈയൊഴിഞ്ഞെങ്കിലും ആ ഒരൊറ്റ താണിമരം ലക്ഷ്യമാക്കി അദ്ദേഹം നടന്നു. അങ്ങനെ അതും പ്രതീക്ഷിച്ച് അദ്ദേഹം താണിമര ചുവട്ടിലെത്തി. യഥാർത്ഥത്തിൽ അവിടെ നല്ലൊരു വീടും അദ്ദേഹത്തെ അതിഥിയായി സ്വീകരിക്കാൻ തേജോമയായ ഒരു യുവതിയെയും അവിടെ കണ്ടു. അവർ അദ്ദേഹത്തിന് വേണ്ട ഭക്ഷണവും സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് അവർ പറഞ്ഞു, രാത്രി അസാധാരണമായ എന്തെങ്കിലും ശബ്ദങ്ങളോ വാദ്യഘോഷങ്ങളോ നിലവിളികളോ കേട്ടാൽ ഒരിക്കലും തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു. ഈ പ്രദേശത്ത് എന്ത് സംഭവിച്ചാലും സ്വന്തം കിടക്ക വിട്ട് പുറത്തിറങ്ങരുതെന്നാണ് ആ യുവതി പറഞ്ഞത്. അതും കേട്ട് ആ വ്യക്തി അവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്തത്. പിന്നീട് ആ യുവതി അവിടെ നിന്നും അപ്രത്യക്ഷയായി. പിറ്റേന്ന് രാവിലെ ഉണർന്നെഴുന്നേറ്റ യാചകൻ കണ്ടത് കാളിയെയോ മറ്റാരെയുമല്ല, ആ പരിസരത്ത് നിന്ന ആ ഗ്രാമം തന്നെ നശിച്ചിരിക്കുന്നു. ബ്രാഹ്മണ ഗൃഹങ്ങളെല്ലാം അഗ്നിക്കിരയായി മുടിഞ്ഞു പോയിരിക്കുന്നു. തനിക്ക് പ്രത്യക്ഷപ്പെട്ടത് സാക്ഷാൽ ദുർഗാ ഭഗവതിയാണെന്ന് മനസ്സിലായ ആ സന്യാസിയായ യാചകൻ ആ താണിമരച്ചൂട്ടി പരാശക്തിയായ താണിക്കുടത്തമ്മയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. പിന്നീട് താണിക്കുടം ഭഗവതി ക്ഷേത്രമായി പണി കഴിച്ചു. താണിക്കുടം എന്ന പരിസരത്ത് ഇപ്പോഴും ബ്രാഹ്മണ കുടുംബങ്ങൾ തീരെയില്ല. പട്ടികജാതിയിൽപ്പെട്ട ജാതിക്കാരുൾപ്പെടെ മറ്റു ദ്രാവിഡ സമുദായത്തിൽപ്പെട്ടവരാണ് കൂടുതലും. വിഷുത്തലേന്ന് നടക്കുന്ന വേലയും അതുപോലെ ഇവിടെ താറാട്ടും തൃശ്ശൂർ ജില്ലയിൽ വളരെ പ്രസിദ്ധമാണ്. ഇന്നും താണിക്കുടം ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തജന പ്രവാഹമാണ്.